ലഹരി മാഫിയയുടെ വധഭീഷണിക്കും സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കും തങ്ങൾ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തളർത്താനാകില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി കഴിഞ്ഞ 2 മാസമായി കാവൽ എന്ന പേരിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തളിപ്പറമ്പ് പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും നടത്തുന്ന ലഹരിവേട്ടയ്ക്ക് മികച്ച പിന്തുണ നൽകുന്നുണ്ടെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ പേരിൽ യൂത്ത് ലീഗ് പ്രവർത്തകരെ ലഹരി മാഫിയ സംഘം ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും സാമൂഹികമായി അപമാനിക്കാൻ ശ്രമിക്കുകയുമാണ്. വാട്സപ്പ് കോളിൽ വന്ന ശേഷം വധഭീഷണി തന്നെ മുഴക്കുകയാണ്. ഭീഷണികളോ അധിക്ഷേപങ്ങളോ കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിനെ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നത് വ്യാമോഹമാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഏതൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്താൻ പറ്റും ആ രീതിയിലൊക്കെ ഭീഷണികളുമായി ലഹരി മാഫിയ സംഘങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ പ്രവർത്തകരെ ബുദ്ധിമുട്ടാക്കിയപ്പോൾ യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പരാതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചേർത്തത് ഇങ്ങനെ ഭീഷണി കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം കൊണ്ടോ നമ്മളുടെ കുടുംബത്തെ പറഞ്ഞതുകൊണ്ടോ ഇത്തരം ലഹരിയെ മാഫിയ സംഘത്തിനോട് പറയാനുള്ളത് അത്തരം ഭീഷണികൾ കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകില്ല എന്ന് ഈ പത്രമാധ്യമങ്ങളിലൂടെ അറിയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത്. തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ മുഹമ്മദ് അഷ്റഫ്, പി എ ഇർഫാൻ, കെ എസ് ഉമ്മർ, സി പി നൌഫൽ, കെ എസ് റഫീഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.